ഫ്രണ്ട്സ്, ഞങ്ങളെ താഴെ തേങ്ങ തിരുവാൻ വേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഈ സൈഡും പൊട്ടിക്കും കേട്ടോ. മേസ്തിരിമാർ വരുന്നുണ്ട്, അവരൊരു 10 മണിയാകുമ്പോൾ വരും. അപ്പോൾ ഈ സൈഡ് പൊട്ടിച്ചാൽ ഇനി തേങ്ങയുടെ ചിരവ ഇനി മുകളിൽ വയ്ക്കേണ്ട സൗകര്യം നോക്കണം കേട്ടോ. അവിടെ വയ്ക്കേണ്ട സൗകര്യമില്ല ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. താഴെ ഒരു 2-3 തേങ്ങ ഞാൻ കൊണ്ടുവന്നു. 2-3 തേങ്ങ ഒന്നിച്ച് തിരുവി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടുത്തെ തേങ്ങ കണ്ടോ പൊട്ടൊന്നും കണ്ടോ. ഞാൻ വെള്ളം കൊണ്ട് കഴുകി വെച്ചിരുന്നാൽ പൊട്ടും. ഇവിടുത്തെ തേങ്ങ അങ്ങനെയാണ് കേട്ടോ, പൊട്ടിപ്പോവും. അതുമല്ല കഴമ്പുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മോൻ എൻ്റെ പിറകെ നടക്കും കേട്ടോ, ഓരോടത്ത് വിടൂല. അപ്പോൾ ഈ മേസ്തിരിമാർ വരുന്നതുകൊണ്ട് ഇവനെ ഒരിടത്ത് റൂമിൽ ഇടുകയും വേണം, ഇല്ലെങ്കിൽ ഇവൻ താടി ഓടി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പേടിയാണ് കേട്ടോ. ഒരു 10 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇവിടുത്തെ ഫാനങ്ങ് ഇട്ട്, ഇവിടെ ഫാനൊക്കെ ഉണ്ട്. ഫാനൊന്നും നമ്മൾ അഴിച്ചെടുത്തുകൊണ്ടൊന്നും പോയില്ല. അപ്പോൾ എല്ലാ ഫാനും കറങ്ങും. അപ്പോൾ ഫാനങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവൻ കിടന്നോളും. ഇനി ഞാൻ തേങ്ങ തിരുവി കഴിയുന്ന വരെ അവൻ ഇവിടെ കിടന്നോളും കേട്ടോ, എൻ്റെ കൂടെ വന്നോളും. ഫാനിടട്ടെ മാമ, ഫാനിട്ട് തരാം കേട്ടാ. ഇനി അവൻ്റെ എല്ലാ ഫ്രീഡവും ഒന്ന് പോയി കേട്ടോ. ഞങ്ങൾ ഇനിയിപ്പം സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ കൊളാപ്സൊക്കെ പിടിപ്പിക്കും. കാരണം വാടകക്കാർ താഴെ വരുമ്പോഴേ നമ്മൾ കൊളാപ്സൊക്കെ പിടിപ്പിച്ച് അത് ഗ്രില്ലും ഒക്കെ പിടിപ്പിച്ച് അത് പൂട്ടായിരിക്കും. അപ്പോൾ അവന് പെട്ടെന്ന് താഴെ ഇറങ്ങിയൊന്നും വരാൻ പറ്റൂല. നമ്മൾ തന്നെ കൊണ്ടുവരണം. വാടകക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പറ്റൂല. ഇനിയിപ്പോൾ വാടക കൊടുക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ അവന് മുകളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നമ്മൾ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ. അപ്പോൾ വാടകക്കാർ ഇവിടെ താമസിച്ച് നമ്മൾ സ്റ്റെപ്പിൻ്റെ നടുവിൽ ഗ്രില്ല് പിടിപ്പിക്കണം എന്തെന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഇവർ വീട് തുറന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കയറി മുകളിലേക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വീടൊക്കെ പണി ചെയ്യുമ്പോൾ ഓരോരോ പണികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവന് ഇച്ചിരി ഫ്രീഡത്തിന് ഇപ്പോൾ ഒരു കോട്ടം വരും കേട്ടോ. താഴെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല, പാവം. എന്നാലും വീടിങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് വീട് റിപ്പയർ ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ, വാടകയ്ക്ക് കൊടുക്കണ്ടേ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാവുമല്ലോ. ഇത്രയും നാൾ ഇവന് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. ഇവനൊന്ന് ഓടിയും ചാടിയൊക്കെ വരാൻ വേണ്ടി പലരും വാടകയ്ക്ക് ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തില്ല. അപ്പോൾ ഒന്ന് ഫാൻ ഇട്ട് കൊടുക്കട്ടെ. തേങ്ങയൊക്കെ തിരുവല് കഴിഞ്ഞപ്പോൾ അതേ മോൻ കയറി പോകുന്ന കേട്ടോ. ഓ ഓ ഓ എന്നാണ് കൊഞ്ചണത്, എനിക്ക് വയ്യ. ഇത് കണ്ടോ എന്തൊക്കെ കാണിക്കുന്നതെന്ന് കണ്ടോ ഫ്രണ്ട്സ്. അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ. അപ്പോൾ എൻ്റെ കൂടെ തേങ്ങ തിരുവാനൊക്കെ പിറകെ വന്ന് ഇന്ന് കൊച്ചിന് മാങ്ങ ജ്യൂസും ഒക്കെ മതി. തൈരും കൂട്ടിയൊക്കെ ചോറ് ഇച്ചിരിയല്ലേ കൊടുക്കുള്ളൂ. അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകാനാണ് ഈ നിൽക്കുന്ന ഇങ്ങനെ. പോണാ? ഓ പോണാടാ എടേ. അത് ശരി അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അച്ഛൻ ഇവിടെ റെഡിയായി, അതുകൊണ്ടാണ് ഇവിടെ റെഡിയായിട്ടിരിക്കുന്നത്. ശരി പോവാം. ബിസ്ക്കറ്റും വെള്ളം ഇപ്പോഴും കുടിക്കുന്നുണ്ടായി, കുറേ വെള്ളം. ഇനിയിപ്പോൾ അവൻ്റെ കാര്യം നോക്കണം. 10 മണിയാകുമ്പോൾ പണിക്കാർ വരും കയറി. ഡ്രസ്സ് ഇടട്ടെ പൊന്നാ, സോക്സൊക്കെ ഇടട്ടെ. ഇങ്ങനെ ഒരു തങ്കക്കൂടെ നമ്മളെ അങ്ങ് സ്നേഹിച്ച് കൊല്ലും ചെക്കൻ. കൊണ്ടുപോകുന്ന ഈ ധൃതി പിടിക്കല്ലേ, വെപ്രാളം പിടിക്കുന്ന എന്തിനാ? എല്ലാത്തിനും വെപ്രാളമാണ് ചെക്കന്. അച്ഛൻ ഇവിടെ ഇരുന്ന് ഡ്രസ്സ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് മോൻ ഈ നോട്ടം നോക്കിയിരിക്കുക. പോകാനാണ്, വേറെ ഒന്നിനുമല്ല. കുറേ കൊഞ്ചിച്ച് താലോലിച്ച്, നമ്മളിങ്ങനെ കൊഞ്ചിച്ചും താലോലിച്ച് വഷളാക്കി ചെക്കനെ. ഇങ്ങനെ ഒരു ഉലാത്ത് വണ്ടിയിൽ. കണ്ടോ നോക്കി നിൽക്കുന്നത്. കൊണ്ടാക്കാൻ പോയാണോ പൊന്നോ? അവൻ മുന്നിലിറങ്ങി. അച്ഛ പോട്ടെ എന്നിട്ട് ഇറങ്ങ പൊന്നോ. കണ്ടോ ഓട്ടം കണ്ടോ? നല്ലതായിട്ട് അറിയാം. ഷൂ ഒക്കെ മൊബൈലെടുത്താ?
ഇട്ടിട്ടില്ലേ? ആ ചോറ് കൊടുക്കുമ്പോൾ മോളിൽ പോയി ഇട്ടോളൂ ഇല്ലേ? ടാറ്റ പറഞ്ഞത് തല ഒന്ന് വലിച്ച് നീട്ടി ടാറ്റ പറയാതെ അവന് പറ്റൂല. കഴിഞ്ഞാ കഴിഞ്ഞാ ഇനിയും മരുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് നോക്കും. വേണ്ട പിന്നെ പോയാ? പോയി അച്ഛ. ഒന്ന് പണിക്കാരൻ്റെ വിളിച്ചത്. എന്താടാ ഇത്? മൂച്ച് ദേവേ സാബൂൾ തക്കെ മൂച്ച് ദേവേ പോയിട്ടാ কি അവനോട് വാർത്താനം പറയട്ടെ പോന്നാ മൂച്ച് ദേവേ আর দুটো গার্ডেন্স আছে গার্ডেন্স भी ऊपर रह যাবে একদা স্টিল স্কচ গার্ড থেকে মুছো ഇവിടെ പണിക്കാർ വന്നു കേട്ടോ, പണി നടക്കുന്നു. ഫ്രണ്ട്സ് പണിയൊക്കെ കണ്ടോ? ഇത് ഇന്നലെ എല്ലാവരും ചോദിച്ചു മോൻ എന്ത് എണ്ണയാണ്, അവൻ്റെ എണ്ണ ആയിട്ടാണ് അവൻ വന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാണ് എണ്ണ കേട്ടോ. ഇത് നമ്മൾ ആയുർവേദ ഡോക്ടറിനോട് പറഞ്ഞ് ഇവൻ്റെ അലർജിയൊക്കെ മാറാനും ഒക്കെയുള്ള എണ്ണയാണ്. ഇപ്പോൾ അലർജിക്കുള്ള മരുന്നൊക്കെ മെഡിസിനാണ് കേട്ടോ, ആ എണ്ണയാണ്. അത് തേച്ച് കുളിപ്പിക്കുകയും ചെയ്യാം, കയ്യിൽ കാലിൽ അലർജി ഉള്ളിടത്ത് പുരട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ എണ്ണയാണ് ഞങ്ങൾ കൊട്ടക്കലിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. ഇത് പെറ്റിനെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചീട്ട് നമ്മൾ രണ്ടാമത് ഇവൻ്റെ പേര് എഴുതി സ്കൂബി പെറ്റെന്ന് എഴുതി ഡോക്ടറിനോട് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു, അവൻ്റെ കയ്യിലുള്ള അലർജിയൊക്കെ കാണിച്ചിട്ട് തന്ന എണ്ണയാണ് കേട്ടോ. ഇതാണ്. ഇപ്പോൾ നമുക്ക് തേച്ച് കുളിപ്പിക്കുകയും ചെയ്യാം, അലർജി ഉള്ളിടത്ത് തേക്കുകയും ചെയ്യാം. അതാണ് ഇന്നലെ തേച്ച് കുളിപ്പിച്ചത് കേട്ടോ. അപ്പോൾ പലർക്കും സംശയമുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ കൊച്ച് ഇവിടെ ഞാൻ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണി തുടങ്ങി. നാളെയൊക്കെ ആകുമ്പോൾ കൂടുതൽ പണിക്കാർ ലേബേഴ്സൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് രാവിലെ പോയത് കണ്ടല്ലോ, മക്കളും എല്ലാവരും പോകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞു വീഡിയോ രാവിലെ എടുത്ത് വന്നത്, ഡെയിലി വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവനെ എനിക്ക് പുറത്തേക്ക് ഇറക്കാനും പറ്റില്ല, ഫ്രണ്ടിലെ ഡോറ് പൂട്ടണം. എന്തെങ്കിലും ഇവൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. കുറേ സാധനങ്ങൾ അലമാരിയുണ്ട്. അപ്പോൾ ആ അലമാരിയിലെ തുണികളെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗാർട്ടൻസ് വന്നിട്ട് ഞാൻ അലമാരിയുടെ തുണികളൊക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഗാർട്ടൻസിലേക്ക് എടുത്ത് വെച്ചിട്ട് അലമാരി റിപ്പയറിങ്ങിനും പെയിൻറ്റിങ്ങിനൊക്കെ കൊടുക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ തടി അലമാരികളുണ്ട്. അപ്പോൾ ആ തടി അലമാരി ഒന്ന് മോഡുലേഷൻ ചെയ്യണം. അപ്പോൾ അതിലുള്ള തുണികൾ നമ്മൾ എടുത്ത് മാറ്റണം. വേണ്ടാത്ത തുണികളൊക്കെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ പണികളുണ്ട്. അതൊക്കെ രാത്രി ഈ പൊടിയിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ബൈ ചാൻസ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം കാണാൻ എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, നമ്മുടെ പല യൂട്യൂബേഴ്സിൻ്റെയും ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ ടൈം കിട്ടുന്ന പോലെ ഞാൻ കാണും കേട്ടോ. രാത്രിയായാലും ഒക്കെ എനിക്ക് രാത്രിയാകുമ്പോഴേ കുറച്ച് ടൈം കിട്ടുള്ളൂ. അപ്പോൾ രാത്രി ആയിരുന്നാലും ഞാനൊന്ന് ലേറ്റ് ആയിരുന്നാലും നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ട്, ഒരു ദിവസമായിരുന്നാലും ഞാൻ വീഡിയോസൊക്കെ കണ്ട് ഞാൻ മെസ്സേജ് ചെയ്യും. ഞാൻ വീഡിയോസ് കണ്ടില്ല എന്നുള്ള പരിഭവമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പണി ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഇന്നിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ 3, 4, 5 മേസ്തിരിയൊക്കെ ഉണ്ടാവും. മാർബിൾ എടുക്കാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർബിളിനൊക്കെ പോകണം, നമുക്ക് മാർബിൾ ചോയ്സ് ചെയ്യണം, വീട്ടു സാധനങ്ങളൊക്കെ എടുക്കണം. ഹസ്ബൻഡ് പോവാതെ ഇരുന്നാൽ പൈസ കിട്ടില്ലല്ലോ, അവർക്ക് പോവുക വേണം. വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ അവധി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. മോനും അവധി കിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാത്തിനും ഓടയും പിടിക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ബാങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇവിടെ മോളിൽ ഉള്ള സമയത്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്തെന്നറിയില്ല, മോളെ ഉച്ച കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ആരും ഇല്ലാതെ എനിക്ക് പുറത്തേക്ക് ഇനി പോകാനും പറ്റില്ല ഒന്നിനും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ആരുടെയും വീഡിയോ കണ്ടില്ലോ എന്ന് പറഞ്ഞ് പരിഭവിക്കരുത്, ഞാൻ വരും, കാണും കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇവനേക്കാൾ നല്ലതായിട്ട് കണ്ടൻറ്റ് കൊണ്ടുവരുന്ന പെറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും അതൊക്കെയല്ലേ ആഗ്രഹിക്കുന്നത്.
ഇവൻ പാവം കേട്ടോ, ഇവന് സ്ഥലങ്ങളില്ല അങ്ങനെ ഓടി നടക്കാനും ഒക്കെ. ഇപ്പോൾ കണ്ടില്ലേ താഴെ ഇപ്പോൾ ഫ്ലാറ്റ് വന്ന് ഇപ്പോൾ ഫ്ലാറ്റ് ശരിയാക്കി കഴിഞ്ഞാൽ വാടകക്കാർ വന്നാൽ ഇപ്പോൾ അവന് താഴോട്ടുള്ള പോക്കും നിന്നു. നമ്മളിപ്പോൾ അവിടെ ഗ്രില്ലൊക്കെ പിടിപ്പിക്കുക, ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഗ്രില്ലൊക്കെ വലിയ ഡോറ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവന് താഴോട്ട് പോകാൻ പറ്റില്ല, നമ്മളുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിന് താഴത്തെ ഇപ്പോൾ വാടക കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വാടകക്കാർ പേടിക്കും, ഇത്രയും വലിയ പെറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 5-6 മാസം പണി നിൽക്കും കേട്ടോ. നല്ല പണിയുള്ള വീടാണ്. നമ്മൾ അടുക്കളയൊക്കെ വലുതാക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയുടെ മതിലൊക്കെ പൊട്ടിക്കും അവർ. ജനലിൻ്റെ ഫ്രെയിമുകളും ഒക്കെ ജനലൊക്കെ മാറ്റുന്നുണ്ട്. എല്ലാ വാതിലുകളും മാറ്റുന്നു, വാതിലിൻ്റെ ഫ്രെയിമുകൾ മാറ്റുന്നു. അപ്പോൾ കുറേ പണി ഈ വീട്ടിലുണ്ട് കേട്ടോ. മേസ്ത്രിമാരിങ്ങനെ ഉണ്ടാവും. എനിക്കൊരു 5 മാസം ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും, ഭയങ്കര പ്രയാസത്തിൽ തന്നെയായിരിക്കും. എന്നാലും ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും ഡെയിലി. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.